ആരോഗ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ KSU പ്രവർത്തകന്റെ വീടിന് നേരെയുണ്ടായ ബോംബാക്രമണത്തിൽ രൂക്ഷ വിമർശനവുമായി ഷാഫി പറമ്പിൽ MP. സമരക്കാരുടെ നിഴൽ പോലും മന്ത്രിയുടെ ശരീരത്തിൽ സ്പർശിച്ചിട്ടില്ലെന്നും KSU കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ബിദുലിന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയ വീട്ടമ്മ തങ്കത്തിനോട് ആരോഗ്യമന്ത്രിക്ക് എന്താണ് പറയാനുള്ളതെന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു. ബിദുലിന്റെ വീട് സന്ദർശിച്ചതിന് പിന്നാലെ മാധ്യമങ്ങളെ കാണുകയായിരുന്നു ഷാഫി പറമ്പിൽ. മുദ്രാവാക്യം വിളിച്ചത് തിരിഞ്ഞു നോക്കിയപ്പോൾ ഉളുക്കിയ കഴുത്തിന് ഇത്രയും വേദനയുണ്ടെങ്കിൽ ഉഷയും ഹർഷീനയും എത്ര വേദന അനുഭവിച്ചിട്ട് ഇരിക്കും. മുദ്രാവാക്യം വിളിച്ചത് തിരിഞ്ഞു നോക്കിയപ്പോൾ ഉളുക്കിയ കഴുത്തിന് ഇത്രയും വേദനയുണ്ടെങ്കിൽ ഉഷയും ഹർഷീനയും എത്ര വേദന അനുഭവിച്ചിരിക്കും. കണ്ണൂരിലെയും കോഴിക്കോട്ടെയും CPIM പ്രവർത്തകർ ഫേസ്ബുക്കിലൂടെ ബിദുലിന് ആദരാഞ്ജലിയാണ് നേരുന്നത്. കരിങ്കൊടി കാണിച്ചതിനാണോ അഡ്വാൻസ് ആദരാഞ്ജലിയെന്നും വീടിന് ബോംബ് എറിഞ്ഞത് രക്ഷാപ്രവർത്തനത്തിന്റെ പരിധിയിൽ വരുമോ എന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു. മുഖ്യമന്ത്രിയായ ഒരു മനുഷ്യനെ കല്ലെറിഞ്ഞപ്പോൾ ആരെങ്കിലും ആദരാഞ്ജലി നേർന്നിട്ടുണ്ടോ എന്നും നീ തീർന്നു എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ എന്നും ഷാഫി ചോദിച്ചു. ഇല്ലാത്ത അക്രമത്തിന്റെ പേരിൽ പാർട്ടി ഓഫീസുകൾ തല്ലി തകർക്കുന്നു. മന്ത്രിയുടെ കഴുത്തിന് പിടിച്ച് തിരിക്കുന്ന ദൃശ്യങ്ങൾ എവിടെയാണ്? ഗൺമാൻ മന്ത്രിയുടെ കഴുത്തു പിടിച്ച് തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് KSU പ്രവർത്തകരുടെ വീട്ടിലല്ല. MV ഗോവിന്ദനെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കണം. അക്രമ സംഭവങ്ങളുടെ ഉത്തരവാദി MV ഗോവിന്ദനാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.